ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 46-ാം വാക്യം. തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് അവർ തർക്കിച്ചു. ശിഷ്യന്മാരുടെ ഇടയിലുണ്ടായ ഒരു തർക്കമല്ലേ, വലിയവനാകാനായിട്ട്, സ്ഥാനമാനത്തിനായിട്ടുള്ള ഒരു തർക്കം. ഇതേ തർക്കം ഇന്ന് നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്തിലുമുണ്ടല്ലേ. എവിടെയും ഒന്നാം സ്ഥാനം നേടണം. ഒരു കുഞ്ഞിനെ സ്കൂളിലേക്ക് ചേർക്കുമ്പോൾ മാതാപിതാക്കൾ കുഞ്ഞിന്റെ ചെവിയിൽ ഓതിക്കൊടുക്കുന്ന മന്ത്രമെന്നാണ്, ക്ലാസ്സിൽ ഒന്നാം സ്ഥാനം നേടണം. എവിടെയും ഒന്നാം സ്ഥാനം നേടുക എന്നുള്ള ആഗ്രഹത്തോടുകൂടി ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. എവിടെയെങ്കിലും ഈ സ്ഥാനം കിട്ടിയില്ല എങ്കിൽ അത് കിട്ടാനായിട്ട് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവും. എനിക്ക് വേണ്ടത് സ്ഥാനമാനങ്ങളാ, അംഗീകാരമാ, മറ്റുള്ളവരുടെ മുൻപിൽ ബഹുമാനമാ. ഇതേ അവസ്ഥ തന്നെയായിരുന്നു ശിഷ്യന്മാർക്കുണ്ടായിരുന്നു കേട്ടോ. ഈശോയുടെ കൂടെ നടന്നവരാ, ഈശോ ചെയ്ത പല അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തില് അവർക്ക് എപ്പോഴും തർക്കം എന്താ, തങ്ങളിൽ വലിയവൻ ആരാണ് ഏറ്റവും പ്രധാനപ്പെട്ടവൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് ഈ തർക്കം മാറ്റിയെടുക്കാനായിട്ട് ഈശോ നമ്മളോട് പറയുന്നുണ്ടല്ലേ. എന്ത് ചെയ്യണം? എളിമപ്പെടാനായിട്ട് പറ്റണം. എളിമയുള്ളിടത്താണ് ദൈവത്തിന് ഇടപെടാൻ പറ്റത്തുള്ളൂ. എളിമയുള്ളിടത്താണ് ദൈവത്തിന്റെ അനുഗ്രഹം നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് ഏറ്റവും വലിയൊരു മാതൃക ആരാ? എൻ്റെ ഈശോയല്ലേ. ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു, ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്ന് നമുക്ക് കാണിച്ചു തന്നത് എന്താ? എളിമയുടെ മാതൃക. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ തക്ക വിധം എളിമപ്പെടുവാനായിട്ട് അവൻ തയ്യാറായി. ശുശ്രൂഷയുടെ ഒരു മാതൃക അവൻ കാണിച്ചു തന്ന് കടന്നുപോയി. ആരെയും മാറ്റി നിർത്താതെ, സ്ഥാനമാനങ്ങളും അംഗീകാരവും ആഗ്രഹിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് കടന്നുപോയി. സ്നേഹമുള്ളവരെ, എളിമപ്പെട്ടാൽ മാത്രമേ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയുള്ളൂ, എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കത്തുള്ളൂ. പരിശുദ്ധ കന്യാമറിയത്തെ നമ്മൾ കാണുന്നുണ്ടല്ലേ. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചപ്പോൾ, എളിമപ്പെട്ടപ്പോൾ അവളുടെ ജീവിതത്തിൽ എത്രയോ അനുഗ്രഹങ്ങളാ ദൈവം പ്രദാനം ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മിൽ നിന്നും ഈശോ ആഗ്രഹിക്കുന്നത് ഇതേ എളിമ തന്നെയാ. നേടിയെടുക്കുകയല്ല, വിട്ടുകൊടുക്കാൻ പറ്റണം. എളിമപ്പെടെ സ്ഥാനമാനവും അംഗീകാരവും ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ അംഗീകാരവും ആ സ്ഥാനമാനങ്ങളും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടി. കാരണം സ്വാർത്ഥതയുള്ളിടത്താണ് ഈ അംഗീകാരം ആഗ്രഹിക്കുന്നത്. സ്വാർത്ഥത വെടിഞ്ഞാല് ഈ അംഗീകാരത്തോടുള്ള ബഹുമാനത്തോടുള്ള ആഗ്രഹം കുറയും. മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് സ്വാർത്ഥത പൂർണ്ണമായിട്ട് വെടിയുവാനായിട്ട് ഈശോയെ പോലെ എളിമപ്പെട്ടുകൊണ്ട് സ്ഥാനമാനങ്ങളും അംഗീകാരവും ആഗ്രഹിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് ഈ ഭൂമിയിൽ എളിമയോടുകൂടി ജീവിച്ച് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ടുള്ള അവസരം കൊടുക്കുവാനായിട്ട്, അങ്ങനെ ഈ ഭൂമിയിലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങള് സന്തോഷത്തോടുകൂടി നിർവഹിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.